ഈ കേസ് അന്വേഷിച്ച ശ്രീ അഷറഫ് നമുക്കൊപ്പമുണ്ട്. ഉദ്യോഗസ്ഥനാണ് ശ്രീ അഷറഫ്. ഗുഡ് മോർണിംഗ് അഷറഫ്. ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളി സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇതൊരു സാമൂഹ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമല്ലേ ശ്രീ അഷറഫ്? ഹലോ, ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയൂ. ക്ലിയർ ആയില്ല. ഇന്ന് പുലർച്ചെ 1:15 കൂടിയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയിരിക്കുന്നു. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ലേ? രണ്ട് പേടിപ്പെടുന്ന സാഹചര്യമുണ്ട്. ഞാൻ ആ കേസിന്റെ ആദ്യം മുതൽ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ മുതൽ കുറേറ്റീവ് പെറ്റീഷൻ വരെ എല്ലാ കാര്യങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ ബന്ധപ്പെട്ടിരുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. ഓക്കെ, അപ്പൊ ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ അല്ലേ ശ്രീ അഷറഫ്? ഹാബിച്വൽ ഒഫൻഡറാണ്. നിരവധി കേസുകൾ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയുള്ള കൊലപാതക അടക്കമുള്ള കേസുകൾ നമുക്ക് റിപ്പോർട്ടായിട്ടില്ല. അല്ലാത്ത റോബറി കേസുകൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ചെയ്തിട്ടുള്ള പ്രതിയാണ്. അന്ന് നമ്മൾ അന്വേഷണത്തിലും പ്രോസിക്യൂഷന് ഈ പറയുന്ന തെളിവുകളൊക്കെ കൊടുത്തിരുന്നതാണ്, തമിഴ്നാട്ടിലടക്കം ആന്ധ്രയിലടക്കം അല്ലേ? അതെ, പ്രോസിക്യൂഷന് തെളിവുകൾ കൊടുത്താണ്. കൺവിഷൻ കേസുകൾ 14ഓളം കൺവിഷനായിട്ടുള്ള കേസുകൾ നമ്മൾ പ്രോസിക്യൂഷന് മുൻപാകെ വെച്ചതല്ല, കോടതി മുൻപാകെ വെച്ചതാണ് പ്രോസിക്യൂഷൻ. അത് 14ഓളം കേസുകളിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ട പ്രതി കൂടിയാണ്, അതും കവർച്ചാ കേസുകൾ അടക്കം ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. റിപ്പോർട്ടായ കേസുകൾ, ശിക്ഷിക്കാത്ത കേസുകൾ നിരവധിയാണ്. അപ്പൊ ഇയാളൊരു ഈ കൈപ്പത്തി അറ്റുപോയെങ്കിലും അയാളൊരു ആരോഗ്യ ദൃഢഗാത്രനാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വെച്ച് നേരത്തെ നല്ല ആരോഗ്യമുള്ള ആളാണ്. ഈ കൈപ്പത്തി നഷ്ടപ്പെട്ടാലും മറ്റേ കയ്യിലുള്ള ആരോഗ്യം വളരെ. ഞങ്ങൾ 2-3 പോലീസുകാര്, ഞാനൊക്കെ നല്ല 6 അടി സൈസുകൾ ഉയരമുള്ള ഒരു പോലീസുകാരാണ്, പോലീസ് ഓഫീസർ. എന്നെ പോലുള്ള പോലീസ് ഓഫീസർമാര് 5-6 പേര്, 3 പേരെ മറ്റേ കൈ കൂടി പിടിച്ചിട്ട് നമുക്ക് ഒതുക്കാൻ പറ്റിയിട്ടില്ല അവനെ പിടിക്കുന്ന സമയത്ത്. ഇയാൾ അന്വേഷണ സമയത്തും കോടതിയിൽ ഹാജരാക്കപ്പെടും. നേരത്തെ അഡ്വക്കേറ്റ് സുരേഷൻ പറയുകയായിരുന്നു ഭീഷണിപ്പെടുത്തലും ചെറയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? കോടതിയിൽ നമ്മൾ കസ്റ്റഡിയിൽ ചോദിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ കോടതിയിൽ പോലീസിന് കസ്റ്റഡി കൊടുക്കുന്ന സമയത്ത് എന്നെ എന്താണ് പറയാ, സ്കാൻ ചെയ്യണം, എക്സ്റേ എടുക്കണം, പോലീസ് തിരിച്ചു ഏൽപ്പിക്കുമ്പോഴും എന്നെ എക്സ്റേ എടുക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത്. അതായത് ഇതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഈ ഒരു കുറ്റവാളി നല്ല ബോധ്യമുള്ള ആളാണ്. നല്ല ബോധ്യമുള്ള ആളാണ്. അഷറഫ്, ഇയാൾ നേരത്തെ ഈ പ്രോസിക്യൂട്ടർ പറയുന്നുണ്ടായിരുന്നു, അഡ്വക്കേറ്റ് സുരേഷൻ പറയുന്നുണ്ടായിരുന്നു, കോടതി വെച്ച് പോലും കണ്ടോളാം, എടുത്തോളാം എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇയാൾ നടത്തിയിരുന്നു. സംസാരിക്കാറ് അവിടെ ട്രയലിൽ വന്ന അല്ലെങ്കിൽ സാക്ഷി വിസ്താരത്തിന് വന്ന സ്ത്രീ സാക്ഷികളുണ്ട്, ഡോക്ടർമാരടക്കം. അവരും കൂടി പേടിച്ചിരിക്കായിരുന്നു ഇവന്റെ രൂക്ഷമായ നോട്ടം കണ്ടിട്ട്. ഒരു ഡോക്ടർ എന്നോടാ പറഞ്ഞത്. ഞാൻ ആ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന്റെ കൂടെ കോടതിയിൽ ട്രയൽ സമയത്ത് ഇരുന്നിരുന്ന പോലീസ് ഓഫീസറാണ്. ഹൈക്കോടതിയിലും ട്രയൽ കോടതിയിലും പിന്നെ സുപ്രീം കോടതിയിലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്കകത്ത് പ്രോസിക്യൂട്ടറിനെ സഹായിക്കാൻ പ്രോസിക്യൂട്ടറുടെ കൂടെ ഇരുന്നിരുന്ന പോലീസ് ഓഫീസറാണ്. ഒരു നിമിഷം